ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബബിൾ സോർട്ട് അൽഗോരിതത്തിൻ്റെ സി പ്രോഗ്രാമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് വീഡിയോ നമ്പർ 21-ൽ ഈ ബബിൾ സോർട്ട് അൽഗോരിതം എന്താണ് എന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ അൽഗോരിതമാണ് ഡിസ്കസ് ചെയ്തത്. അൽഗോരിതത്തിൻ്റെ ലോജിക് എങ്ങനെയാണെന്ന് ആണ് നമ്മൾ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്തത്. അത് ആക്ച്വലി ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു പോർഷനാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ സോർട്ടിംഗ് അൽഗോരിതത്തിൽ ബബിൾ സോർട്ട് അൽഗോരിതം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എക്സാമിന് അൽഗോരിതം എഴുതാനായിരിക്കും പറയുന്നത്. എന്നാൽ തേർഡ് മോഡ്യൂളിൽ ഈ ബബിൾ സോർട്ട് അൽഗോരിതം പ്രകാരമുള്ള പ്രോഗ്രാം എഴുതാനായിരിക്കും ചോദിക്കുന്നത്. ആ പ്രോഗ്രാമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ബബിൾ സോർട്ട് അൽഗോരിതം തന്നെ നമുക്ക് പല ഫോമിൽ എഴുതാം. അതായത് പല ലോജിക്ക് അനുസരിച്ച് പല ഫോമിൽ തന്നെ നമുക്ക് ഈ ബബിൾ സോർട്ട് അൽഗോരിതം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത, അതായത് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഒരു അൽഗോരിതം കണ്ടു. അത് ആക്ച്വലി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ലൊരു അൽഗോരിതമാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന ബബിൾ സോർട്ട് അൽഗോരിതം കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടെ സിംപിളർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇപ്പോൾ കാണാൻ പോകുന്ന ഈ അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ പ്രോഗ്രാം എഴുതാൻ പോകുന്ന അൽഗോരിതത്തിന്റെ ലോജിക്ക് ഞാൻ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ അൽഗോരിത പ്രകാരമുള്ള പ്രോഗ്രാമും നമുക്ക് കാണാം. ആക്ച്വലി ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ലോജിക്കാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ അൽഗോരിതം ഞാൻ ഈ പറയുന്നത് പഠിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത ആ അൽഗോരിതം പഠിച്ചാൽ മതി. പ്രോഗ്രാം എഴുതാനായിട്ട് ചെറിയൊരു ഡിഫറെന്റ് ഒരു ലോജിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ സിംപിളർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു ബബിൾ സോർട്ട് അൽഗോരിതമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ അൽഗോരിതം നമ്മൾ കാണാതെ പഠിക്കണ്ട, ലോജിക്ക് മനസ്സിലാക്കുക, പിന്നെ പ്രോഗ്രാം നമ്മൾ കാണുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ബബിൾ സോർട്ട് അൽഗോരിതത്തിന്റെ ലോജിക്ക് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതായിരിക്കും ഈ സോർട്ടിംഗ് അൽഗോരിതം എന്താണെന്ന്, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിരിക്കും. അതിനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിലായിരിക്കും, അതായത് ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം, അതായത് ഡിക്രീസിങ് ഓർഡറിൽ. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള അൽഗോരിതത്തിനെയാണ് സോർട്ടിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. അതിന് തന്നെ പല മെത്തേഡ് ഉണ്ട്. അതിലൊന്നാണ് ബബിൾ സോർട്ട് എന്ന അൽഗോരിതം. ഈ ബബിൾ സോർട്ട് അൽഗോരിതത്തിൽ കുറച്ച് സിംപിളർ ആയിട്ടുള്ള ഒരു ലോജിക്കാണ് യൂസ് ചെയ്ത് നമ്മളൊരു പ്രോഗ്രാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ ലോജിക്ക് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ അറേ ഉപയോഗിച്ചാണ് ഈ സോർട്ടിങ് നടത്തുന്നത്. അതായത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അതിനെ ഒരു അറേയിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ആ അറേ എലമെന്റ്സിനെയാണ് നമ്മൾ ആക്ച്വലി സോർട്ട് ചെയ്ത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻക്രീസിങ് ഓർഡർ, അതായത് അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ സോർട്ട് ചെയ്യാം എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിക്രീസിങ് ഓർഡർ, അതായത് ഡിസെൻഡിങ് ഓർഡറിലാക്കാനും ചെറിയ ഒരു മാറ്റം മാത്രം കൊടുത്താൽ മതി. അത് നമ്മൾ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കാണിക്കാം. ചെറിയൊരു മാറ്റം മാത്രം വരുത്തിയാൽ മതി, അത് ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ആയിക്കോളും. ഇപ്പൊ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ്. തന്നിട്ടുള്ള നമ്പേഴ്സിന് ഞാനിവിടെ ഇൻപുട്ട് ആയിട്ട് ഇത്രയും സെറ്റ് ഓഫ് നമ്പേഴ്സ്, ഒരു 6 നമ്പേഴ്സിനെയാണ് ഞാനിവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അത് ജംബിൾഡ് ആണ്, അതായത് റാൻഡംലി അറേഞ്ച്ഡ് ആണ്, ഒരു പർട്ടിക്കുലർ ഓർഡർ ഒന്നുമില്ല. ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ഈ പ്രോഗ്രാമിലോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഈ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത അല്ലെങ്കിൽ സോർട്ട് ചെയ്ത രൂപത്തിലായിരിക്കും. നിങ്ങൾ കണ്ടാൽ അറിയാം, 2 4 5 6 8 9 എന്നീ അസെൻഡിങ് ഓർഡറിലാണ് ഈ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, ഇതിലുള്ള എല്ലാ എലമെന്റ്സിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഈ 9 എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് എത്തി, 8 എന്നുള്ളത് സെക്കൻഡ് ലാസ്റ്റ് എത്തി. ഈ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ലാസ്റ്റ് ആയിട്ട് കൊടുത്ത നമ്പറാണ് ഇവിടെ മിഡിൽ പൊസിഷനിൽ വന്നത്. ഈ 2 എന്ന നമ്പർ ഏറ്റവും ബിഗിനിങ്ങിൽ വന്നു. അങ്ങനെ എല്ലാ എലമെന്റ്സിന്റെ പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ട്, അതായത് ഓർഡർ ചേഞ്ച് ആയി അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആണ് കിട്ടേണ്ടത്. അതിനുള്ള പ്രോഗ്രാമാണ്, അതിന്റെ പ്രോഗ്രാമിന്റെ ലോജിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ലോജിക് ഡിസ്കസ് ചെയ്തിട്ട് പ്രോഗ്രാം കാണാം. പ്രോഗ്രാം വളരെ സിമ്പിൾ ആണ്. ഒരു 3-4 ലൈൻസ് മാത്രമേ നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കാനുള്ളൂ. ആ ലൈൻസും വളരെ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് എക്സാമിന് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഈ പ്രോഗ്രാം തന്നെ എഴുതാനായിട്ട്, അത് കാണാതെ പഠിച്ചതിന് എഴുതാനായിട്ട് സാധിക്കും. കാണാതെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ അൽഗോരിതം ഡിസ്കസ് ചെയ്ത പോലെ 3-4 റൗണ്ട്സിലാണ് പല പല സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഈ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതോ അതിനെ ലെഫ്റ്റ് എൻഡിലോട്ട് എത്തിക്കുക എന്നതാണ് നമ്മുടെ ജോലി. ഓരോ റൗണ്ടിലും ചെയ്യുന്നത്
ഈ ആ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ എലമെന്റ് ഏതാണോ അതിനെ ഈ ലെഫ്റ്റ് എൻഡിലോട്ട് എത്തിക്കുക. അതായത് ആദ്യത്തെ റൗണ്ടിൽ ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ എലമെന്റ് ഏതാണോ അതിനെ ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ എത്തിക്കുക. രണ്ടാമത്തെ റൗണ്ടിൽ രണ്ടാമത്തെ സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പർ ഏതാണോ അതിനെ ഈ രണ്ടാമത്തെ പൊസിഷനിലോട്ട് എത്തിക്കുക. ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലോട്ട് എത്തിക്കുക. അതായത് ദാ ഇവിടെ ഇതിപ്പോൾ റൗണ്ട് 1 ആണ്. ഈ റൗണ്ട് 1ൽ ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ 2 എന്ന നമ്പറാണ് ഏറ്റവും ചെറുത്. അത് ഏറ്റവും ലെഫ്റ്റ് എൻഡിലോട്ട് എത്തി ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും. ഇനി സെക്കൻഡ് റൗണ്ടിൽ നടക്കുന്നത് ബാക്കിയുള്ള നമ്പേഴ്സിൽ, അതായത് ബാക്കിയുള്ള നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ എലമെന്റ് ഏതാണോ അതിനെ ഈ സെക്കൻഡ് ലെഫ്റ്റ് പൊസിഷനിലോട്ട് എത്തിക്കുക. അതായത് ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ എലമെന്റ് എന്ന് പറയുന്നത് 4 ആണ്. അതിനെ സെക്കൻഡ് എന്ന പൊസിഷനിലോട്ട് എത്തിക്കുക. ഈ റൗണ്ട് 2 കഴിയുമ്പോഴേക്കും ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഓർഡർ. അതായത് ഏറ്റവും ചെറിയ രണ്ടാമത്തെ എലമെന്റ് ലെഫ്റ്റ് എൻഡിൽ നിന്ന് സെക്കൻഡ് എത്തിക്കഴിഞ്ഞു. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 എലമെന്റ് സോർട്ടായി കഴിഞ്ഞു. ഇനി ഇതിനെ ബേസ് ചെയ്താണ് അടുത്ത റൗണ്ടിൽ നമ്മൾ സോർട്ടിങ് നടത്തുന്നത്. അടുത്ത ഈ മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഏറ്റവും ചെറിയ മൂന്നാമത്തെ എലമെന്റ് ഏതാണോ അത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് മൂന്നാമത്തെ എലമെന്റ് ആയിട്ട് വന്ന് നിൽക്കും, ആ സ്ലോട്ടിൽ വന്ന് നിൽക്കും. അതായത് ആദ്യത്തെ 3 എലമെന്റ് മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 3 എലമെന്റ് സോർട്ടായി കഴിഞ്ഞു. പിന്നെ ബാക്കി സോർട്ട് ചെയ്യാനുള്ള ബാക്കിയുള്ള 3 എലമെന്റ്സ് ആണ്. അതിനെയാണ് അടുത്ത റൗണ്ടിൽ സോർട്ട് ചെയ്ത് അതിനെയും സോർട്ട് ചെയ്ത് കറക്റ്റ് അറേഞ്ച് ആക്കുന്നത്. നാലാമത്തെ റൗണ്ട് കഴിയുമ്പോഴേക്കും ഏറ്റവും ചെറിയ നാലാമത്തെ എലമെന്റ് ആയിരിക്കും ലെഫ്റ്റ് എൻഡിൽ നിന്ന് നാലാമതെത്തി നിൽക്കുന്നത്. അതായത് ആ ഓർഡറിൽ അറേഞ്ച് ആയി. ആദ്യത്തെ 4 എലമെന്റ്സ് നാലാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 4 എലമെന്റ്സ് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ആയി, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ആയി. അഞ്ചാമത്തെ റൗണ്ട് കഴിയുമ്പോഴേക്കും ആദ്യത്തെ 5 എലമെന്റ്സ് ആ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ആയി. അതായത് അതിനർത്ഥം മൊത്തം ഇവിടെ ഇപ്പോൾ 6 എലമെന്റ്സ് ആണല്ലോ, 1 2 3 4 5 6 എലമെന്റ്സ് ആണ്. ഈ 6 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 5 റൗണ്ട്സും ഉണ്ട്. ആദ്യത്തെ 5 നമ്പേഴ്സും കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ആയി. പിന്നെ ആറാമത്തെ നമ്പർ പിന്നെ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ പൊസിഷൻ അവിടെ തന്നെ ആയിരിക്കും. അതായത് 6 എലമെന്റ്സ് ഉള്ള അറേ ആണെങ്കിൽ അല്ലെങ്കിൽ 6 എലമെന്റ്സ് ഉള്ള സെറ്റ് ആണെങ്കിൽ 5 റൗണ്ട്സും ഉണ്ട്. അതിലുള്ള എല്ലാ എലമെന്റ്സും കറക്റ്റ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ആയി. അതായത് ഓരോ റൗണ്ട് കഴിയും തോറും സ്മോളസ്റ്റ് എലമെന്റ് ഏതാണോ അതിനെ ലെഫ്റ്റ് എൻഡിൽ നിന്നുള്ള ആ പർട്ടിക്കുലർ എലമെന്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്തത് ഏറ്റവും ചെറിയ എലമെന്റിനെ ഈ ലെഫ്റ്റ് എൻഡിലോട്ട് എത്തിച്ചു കഴിഞ്ഞു. അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ ഈ ആദ്യത്തെ എലമെന്റിനെ മുന്നേ നമ്മൾ ടച്ച് ചെയ്യത്തില്ല. ബാക്കിയുള്ള എലമെന്റ്സിനെ മാത്രമേ നമ്മൾ അറേഞ്ച് ചെയ്യുകയുള്ളൂ. അതാണ് ഇവിടെ നടത്തിയത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഈ എലമെന്റിനെ തൊട്ടതേ ഇല്ല, ഈ എലമെന്റിന് ഒരു ചേഞ്ച് വരുത്തിയില്ല. ബാക്കിയുള്ള എലമെന്റ്സിനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ റൗണ്ടിലും ആദ്യത്തെ 2 എലമെന്റ്സിനെ നമ്മൾ ടച്ച് ചെയ്യത്തില്ല, കാരണം ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് കൊണ്ട് ആദ്യത്തെ 2 എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ആ ആദ്യത്തെ 2 എലമെന്റ്സിനെ പിന്നെ ടച്ച് ചെയ്യത്തില്ല, ബാക്കിയുള്ള എലമെന്റ്സിനെ ആയിരിക്കും അറേഞ്ച് ചെയ്ത് ഓർഡറിലാക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ റൗണ്ട് കഴിയുമ്പോഴേക്കും ആദ്യത്തെ 3 എലമെന്റ്സ് അറേഞ്ച് ആയി കഴിഞ്ഞു. പിന്നെ അടുത്ത റൗണ്ടിൽ ഈ 3 എലമെന്റ്സിനെ തൊടത്തില്ല, അതിനെ ഒന്നും ചെയ്യത്തില്ല, ബാക്കിയുള്ള എലമെന്റ്സിനെ ആയിരിക്കും അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇവിടെ ഈ 2 4 5 എന്നുള്ളത് 3 ഐട്രേഷനിലും ആ പൊസിഷനിൽ തന്നെയായിരുന്നു. ആ പൊസിഷൻ ചേഞ്ച് ആവത്തില്ല, ബാക്കിയുള്ള എലമെന്റ്സിന്റെ പൊസിഷൻ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഓരോ റൗണ്ട് കഴിയും തോറും ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഓരോ എലമെന്റിനായിട്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടെത്തും. അവസാനം എത്തപ്പോഴേക്കും അവസാനത്തെ നമ്പർ മാത്രമേ ബാക്കിയാണുള്ളൂ. അതായിരിക്കും അവസാനത്തെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ലോജിക് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാണിച്ചുള്ള ഈ ഇൻപുട്ടിൽ നിന്നും ഓരോ എലമെന്റിനെയും റീഅറേഞ്ച് ചെയ്ത് ഈ ഔട്ട്പുട്ട് എത്തിക്കുന്ന രീതിയാണ് ഞാനിവിടെ ഈ കാണിച്ചു 2-3 സ്ലൈഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ട് ആണ്. ഈ ആക്ച്വലി റൗണ്ട് 1 റൗണ്ട് 2 റൗണ്ട് 3 എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ റൗണ്ട് 1 റൗണ്ട് 2 റൗണ്ട് 3 എന്നൊന്നുമില്ല, അതിൽ വലിയ കാര്യമില്ല, നമ്പറിന് വലിയ കാര്യമില്ല. ശ്രദ്ധിക്കുക. ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ആദ്യത്തെ 2 എലമെന്റ്സ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഓരോ പെയർ ആയിട്ട് എടുത്തിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 2 എലമെന്റ്സ്, അതായത് ഒന്നാമത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും കൂടെ കമ്പയർ ചെയ്യുക. ഈ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണല്ലോ അറേഞ്ച് ചെയ്യുന്നത്. അതായത് ഇതാണ് അസെൻഡിങ് ഓർഡർ തന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. ഈ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഏത് പെയർ എടുത്താലും, ഈ 2 നമ്പർ എടുത്താലോ, ഈ 2 നമ്പർ എടുത്താലോ, ഈ 2ഉം 6ഉം എടുത്താലോ, അല്ലെങ്കിൽ 4ഉം 8ഉം എടുത്താലോ, ഏത് 2 നമ്പേഴ്സ് പെയർ ആയിട്ട് എടുത്താലും അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എലമെന്റ് ചെറുതായിരിക്കും, റൈറ്റ് സൈഡിലുള്ള എലമെന്റ് വലുതായിരിക്കും. ഇപ്പം 2ഉം 5ഉം എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ 2ഉം 5ഉം എന്ന എലമെന്റ്സ് ആണ് പെയർ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ലെഫ്റ്റ് നമ്പർ 2 ചെറുതും റൈറ്റ് നമ്പർ 5 വലുതുമാണ്. ഇപ്പം 4ഉം 8ഉം എടുക്കുകയാണെങ്കിൽ ഈ പെയർ എടുക്കുകയാണെങ്കിൽ 4ഉം 8ഉം എന്ന പെയർ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് നമ്പർ ചെറുതും റൈറ്റ് നമ്പർ വലുതുമായിരിക്കും. അങ്ങനെയാണല്ലോ അസെൻഡിങ് ഓർഡർ നമ്പർ വരുന്നത്. അപ്പൊ ആ ഒരു ലോജിക്കാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത്
ഈ പെയർ എടുക്കുക. അതിൽ ഇവിടെ ഇപ്പം 9 എന്നും 8 എന്നും രണ്ട് എലിമെന്റ്സ് ആണ് പെയർ ആയിട്ട് എടുത്തത്. അതിന്റെ ലെഫ്റ്റ് നമ്പർ ചെറുതും റൈറ്റ് നമ്പർ വലുതും ആയിരിക്കണം. അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ലെഫ്റ്റ് നമ്പർ ചെറുതും റൈറ്റ് നമ്പർ വലുതുമായിരിക്കണം അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ. പക്ഷെ ഇവിടെ ഇപ്പം തിരിച്ചാണ് വന്നത്. അതായത് ലെഫ്റ്റ് നമ്പർ വലുതും റൈറ്റ് നമ്പർ ചെറുതുമായി പോയി. അതായത് ഒരു അസെൻഡിങ് ഓർഡർ അല്ല. അപ്പൊ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിനെ സ്വാപ്പ് ചെയ്യുക. അതായത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക, വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ വാല്യൂസ് സ്വാപ്പ് ചെയ്യുക. ആ സ്വാപ്പ് ചെയ്തതാണ് ഇവിടെ കണ്ടത്. ഈ 9ഉം 8ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ലെഫ്റ്റ് നമ്പർ ചെറുതും റൈറ്റ് നമ്പർ വലുതുമാവണം. അതേസമയം ലെഫ്റ്റ് നമ്പർ വലുതും റൈറ്റ് നമ്പർ ചെറുതും ആണെങ്കിൽ അതിനെ ഇന്റർചേഞ്ച് ചെയ്യണം. പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. അങ്ങനെ സ്വാപ്പ് ചെയ്തതാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഈ രണ്ടാമത്തെ ഇറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഇറ്ററേഷനിൽ ഈ 9ഉം 8ഉം എന്നുള്ളത് സ്വാപ്പ് ചെയ്ത് 8ഉം 9ഉം ആയി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 8 നമ്പർ, ഈ ആദ്യത്തെ നമ്പരും ഈ മൂന്നാമത്തെ എലമെന്റിനും കൂടെ കമ്പയർ ചെയ്യും. 8ഉം 6ഉം കൂടെ കമ്പയർ ചെയ്യും. ഇവിടെയും കാണുക ആ ലെഫ്റ്റ് നമ്പർ എന്നുള്ളത് വലുതായി പോയി. ലെഫ്റ്റ് നമ്പർ എന്നുള്ളത് വലുതും റൈറ്റ് നമ്പർ ചെറുതുമായി പോയി. അങ്ങനെയല്ല വരേണ്ടത്, തിരിച്ചാണ് വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? ഇതിനെ രണ്ടിനെയും സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അതായത് 6 എന്നും 8 എന്നും ആയി. ഇവിടെ 8 എന്നും 6 എന്നും ആയിരുന്നു. അതിനെ സ്വാപ്പ് ചെയ്തപ്പോൾ 6 എന്നും 8 എന്നും ആയി. ഓക്കെ. ഇനി അടുത്തത് 6നെയും 4ഉം ആയിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് വലുത് ഏതെന്ന് നോക്കുക. ലെഫ്റ്റ് നമ്പർ ആണ് വലുത് എങ്കിൽ അതിനെ സ്വാപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പൊ ലെഫ്റ്റ് നമ്പർ ആണ് വലുത്, അതുകൊണ്ട് അതിനെ സ്വാപ്പ് ചെയ്തപ്പോഴാണ് ഈ 4ഉം 6ഉം എന്നായിട്ട് വന്നത്. 6ഉം 4ഉം ആയിരുന്നു, അതിന് വരും 4ഉം 6ഉം ആയി. ഇനി അടുത്ത ഈ 4നെയും 2നെയും ആയിട്ട് കമ്പയർ ചെയ്യുക. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ എലമെന്റിനെ നമ്മൾ ബേസ് ആയിട്ട് തന്നെ വയ്ക്കും. എന്നിട്ട് ആ എലമെന്റിനെ ബാക്കിയുള്ള എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒന്നാമത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റും കൂടെ കമ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് ഒന്നാമത്തെ എലമെന്റ് മൂന്നാമത്തെ എലമെന്റും കൂടെ കമ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് ഒന്നാമത്തെ എലമെന്റ് നാലാമത്തെ എലമെന്റും കൂടെ കമ്പയർ ചെയ്തു. അടുത്ത ഒന്നാമത്തെ എലമെന്റ് അഞ്ചാമത്തെ എലമെന്റും, പിന്നെ ഒന്നാമത്തെ എലമെന്റ് ആറാമത്തെ എലമെന്റും. അങ്ങനെ ഈ ഒന്നാമത്തെ എലമെന്റ് എന്നുള്ളത് ബേസ് ആക്കി വെച്ചിട്ട് ബാക്കി എലമെന്റ്സുമായിട്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യുമ്പം ഈ ലെഫ്റ്റ് നമ്പർ ചെറുതും റൈറ്റ് നമ്പർ വലുതുമാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ലെഫ്റ്റ് നമ്പർ ചെറുതും റൈറ്റ് നമ്പർ വലുതുമാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആ കേസ് വന്നത് ഇവിടെ മാത്രമാണ്. ലെഫ്റ്റ് നമ്പർ ചെറുതും റൈറ്റ് നമ്പർ വലുതുമാണെങ്കിൽ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ്. അതേസമയം ലെഫ്റ്റ് നമ്പർ വലുതും റൈറ്റ് നമ്പർ ചെറുതുമാണെങ്കിൽ അത് അസെൻഡിങ് ഓർഡറിലല്ല. അപ്പം അതിനെ സ്വാപ്പ് ചെയ്യണം. അതിന്റെ വാല്യൂസ് തമ്മിൽ സ്വാപ്പ് ചെയ്യണം. അതായത് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ നമ്പർ, ഈ ആദ്യത്തെ നമ്പർ, അതായത് ലെഫ്റ്റ് നമ്പർ എന്നുള്ളത് റൈറ്റിനെക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. വലുതാണ് എങ്കിൽ സ്വാപ്പ് ചെയ്യും. ലെഫ്റ്റ് നമ്പർ റൈറ്റിനെക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. വലുതാണ് എങ്കിൽ അതിന് സ്വാപ്പ് ചെയ്യും. വലുതല്ല എങ്കിൽ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പം ലെഫ്റ്റ് നമ്പർ എന്നുള്ളത് റൈറ്റ് നമ്പറിനെക്കാളും വലുതല്ല, അപ്പൊ അതുകൊണ്ട് സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ഇവിടെയാണെങ്കിൽ ഈ ലെഫ്റ്റ് നമ്പർ, ഈ രണ്ട് നമ്പറാണ് നമ്മൾ പെയർ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ ലെഫ്റ്റ് നമ്പർ എന്നുള്ളത് റൈറ്റ് നമ്പറിനെക്കാളും വലുതാണ്. അപ്പോൾ അതിനെ സ്വാപ്പ് ചെയ്യണം. ആ സ്വാപ്പ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ സ്വാപ്പ് ചെയ്ത് ഇങ്ങനെ അറ്റത്തുള്ള റൈറ്റ് എൻഡിലുള്ള നമ്പർ വരെയുള്ള പെയർ കൺസിഡർ ചെയ്തിട്ട് സ്വാപ്പ് ചെയ്ത് ഇങ്ങനെ എത്തിക്കും. അപ്പൊ ഇവിടെ ഇപ്പം 6ഉം 4ഉം കൂടെ കമ്പയർ ചെയ്ത് സ്വാപ്പ് ചെയ്തപ്പം 4ഉം 6ഉം ആയി. അത് കഴിഞ്ഞ് ഈ 4നെയും 2നെയും കൂടെ കമ്പയർ ചെയ്തു. അപ്പോഴും സ്വാപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ നമ്പർ വലുതായി പോയി, ലെഫ്റ്റ് നമ്പർ വലുതായി പോയി. അതിനെ സ്വാപ്പ് ചെയ്തപ്പോൾ ഇവിടെ 2ഉം 4ഉം തോന്നും. അത് കഴിഞ്ഞിട്ട് ഈ 2നെയും 5നെയും കൂടെ കമ്പയർ ചെയ്യും. പിന്നെ അത് സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് തന്നെയാണ് ഓർഡർ. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ സംഭവിച്ചെന്തെന്ന് വെച്ചാൽ ഈ തന്നിട്ടുള്ള സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് ലെഫ്റ്റ് എൻഡിലോട്ട് എത്തിയത്. അതായത് നമ്മുടെ ഔട്ട്പുട്ടിലും കണ്ടല്ലോ, ഔട്ട്പുട്ടിലും 2 എന്ന നമ്പറാണ് ലെഫ്റ്റ് എൻഡിൽ വന്നത്. ആ 2 എന്ന നമ്പറാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോൾ ഈ നമ്പറിനെ പിന്നെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ എലമെന്റിനെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആൾറെഡി സോർട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കി അൺസോർട്ടഡ് ആയിട്ടുള്ളത് ബാക്കിയുള്ള എലമെന്റ്സിനാണ്. ഈ എലമെന്റ്സിനെ ആയിരിക്കും അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഇതേ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയി, ഇതേ ഓർഡറുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ അറേഞ്ച്മെന്റ് യൂസ് ചെയ്യത്തില്ല. നമ്മൾ ഇനി അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോൾ ഇതായിരിക്കും ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത്. അതിൽ തന്നെ ഈ ആദ്യത്തെ എലമെന്റ് ടച്ച് ചെയ്യത്തില്ല, ബാക്കി എലമെന്റേ ടച്ച് ചെയ്യത്തുള്ളൂ. അതാണ് റൗണ്ട് 2. റൗണ്ട് 2ൽ നമ്മൾ എവിടെയാണോ നിർത്തിയത് അതിൽ ആദ്യത്തെ എലമെന്റ് ടച്ച് ചെയ്യത്തില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ എലമെന്റിനെയാണ് ബേസ് ചെയ്യുന്നത്. രണ്ടാമത്തെ എലമെന്റ് മൂന്നാമത്തെ എലമെന്റും കൂടെ കമ്പയർ ചെയ്യും. രണ്ടാമത്തെ എലമെന്റ് നാലാമത്തെ എലമെന്റും കൂടെ കമ്പയർ ചെയ്യും. രണ്ടാമത്തെ നമ്പർ അഞ്ചാമത്തെ നമ്പറും കൂടെ കമ്പയർ ചെയ്യും. അങ്ങനെ ഇവിടെ രണ്ടാമത്തെ നമ്പറും ആറാമത്തെ നമ്പറും കൂടെ കമ്പയർ ചെയ്യും. ഇങ്ങനെ അപ്പം രണ്ടാമത്തെ റൗണ്ടിൽ രണ്ടാമത്തെ എലമെന്റ് ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള നമ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് ആ സോർട്ടായി കഴിഞ്ഞ ആദ്യത്തെ നമ്പർ നമ്മൾ ടച്ച് ചെയ്യുന്നതേ ഇല്ല. ഇവിടെ ഇപ്പം നോക്കാം, ഈ രണ്ട് നമ്പറും കൂടെ കമ്പയർ ചെയ്യുമ്പം ലെഫ്റ്റ് നമ്പർ വലുതായി പോയി. നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ
ഈ ലെഫ്റ്റ് നമ്പർ, ഈ എലമെന്റ്, ഈ ലെഫ്റ്റ് നമ്പർ വലുതാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. വലുതാണ് എങ്കിൽ അതിനെ സ്വാപ്പ് ചെയ്യേണ്ടി വരും. വലുതാണ് എങ്കിൽ മീൻസ് ഡിസെൻഡിങ് ഓർഡർ ആയിപ്പോയി, നമുക്ക് വേണ്ടത് അസെൻഡിങ് ഓർഡർ ആണല്ലോ. അപ്പോൾ ഈ ലെഫ്റ്റ് നമ്പർ വലുതാണ് എങ്കിൽ അതിനെ സ്വാപ്പ് ചെയ്യണം. ആ സ്വാപ്പ് ചെയ്ത ഔട്ട്പുട്ടാണ് ഈ കാണുന്ന 98 എന്നുള്ളത് 899. ഇനി അടുത്ത ഈ നമ്പരും കൂടെ നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് നമ്പർ വലുതാണോ എന്ന് നോക്കും, വലുതാണ്. അപ്പോൾ അതിനെ പിന്നെ സ്വാപ്പ് ചെയ്യും. അപ്പോൾ 8 6 എന്നുള്ളത് 6 8 ആണ്. ഇനി അടുത്ത 6നെയും 4നെയും കൂടെ കമ്പയർ ചെയ്യും. അപ്പോഴും ലെഫ്റ്റ് നമ്പർ ആണ് വലുത്. അപ്പോൾ ആ പൊസിഷൻ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ പൊസിഷൻ സ്വാപ്പ് ചെയ്യും. അപ്പം 6 4 എന്നുള്ളത് 4 6 ആയി. ഇനി അടുത്ത ഈ 4ഉം 5ഉം കൂടെ കമ്പയർ ചെയ്യും. അപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല, 4 ആണ് ചെറുത്, അപ്പം മാറ്റേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്, അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് 4 ആണോ ഈ 4 ആണോ 5നെക്കാളും വലുത് എന്നാണ് കമ്പയർ ചെയ്യുന്നത്. 4 ആണ് 5നെക്കാളും വലുത് എങ്കിൽ സ്വാപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇവിടെ 4 അല്ല 5നെക്കാളും വലുത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ നിൽക്കുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് റൗണ്ടിന്റെ എൻഡ് എന്ന് പറഞ്ഞാൽ. ഇവിടെ സംഭവിച്ചത് ഏറ്റവും ചെറിയ 2 എലമെന്റ്സ് ഈ ആദ്യത്തെ രണ്ട് പൊസിഷനിലോട്ട് വന്നു കഴിഞ്ഞു. ഏറ്റവും ചെറിയ 2 എലമെന്റ്സ്. ഇനി അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോൾ ഈ 2 എലമെന്റ്സിനെ പിന്നെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എലമെന്റ്സിനെയാണ്, ഈ 2 എലമെന്റ്സ് സോർട്ട് ആയി കഴിഞ്ഞു. ബാക്കിയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ റൗണ്ടിൽ മൂന്നാമത്തെ എലമെന്റ് ആയിരിക്കും ബേസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ എലമെന്റ് നാലാമത്തെ എലമെന്റ് കൂടെ കമ്പയർ ചെയ്യും. മൂന്നാമത്തെ എലമെന്റ് അഞ്ചാമത്തെ എലമെന്റ് കൂടെ കമ്പയർ ചെയ്യും. മൂന്നാമത്തെ എലമെന്റ് ആറാമത്തെ എലമെന്റ് കൂടെ കമ്പയർ ചെയ്യും. എന്നിട്ട് ചെക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ എലമെന്റ് ആണോ വലുത്, ഈ ലെഫ്റ്റ് നമ്പർ ആണോ വലുത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓരോ പെയർ ആയിട്ട് എടുക്കുമ്പോൾ ലെഫ്റ്റ് നമ്പർ ആണോ വലുത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ലെഫ്റ്റ് നമ്പർ ആണ് വലുത് എങ്കിൽ സ്വാപ്പ് ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് നമ്പർ ആണ് വലുത്, ഈ പെയർ എടുക്കുമ്പോൾ ലെഫ്റ്റ് നമ്പർ ആണ് വലുത്, അതുകൊണ്ട് സ്വാപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഈ പെയർ എടുക്കുമ്പോൾ 8 6 എന്നീ പെയർ എടുക്കുമ്പോൾ ലെഫ്റ്റ് നമ്പർ ആണ് വലുത്, പിന്നെ സ്വാപ്പ് ചെയ്യുന്നു. അടുത്ത ഈ നമ്പറും ഈ ലാസ്റ്റ് നമ്പറും കൂടെ കമ്പയർ ചെയ്യും. ലെഫ്റ്റ് നമ്പർ ആണോ വലുത് എന്ന് ചെക്ക് ചെയ്യും. ലെഫ്റ്റ് നമ്പർ ആണ് വലുത്, അപ്പോൾ ആ പൊസിഷൻ, അതിന്റെ പൊസിഷനും പിന്നെ സ്വാപ്പ് ചെയ്യും. 6 5 എന്നുള്ളത് 5 6 ആയി. അപ്പോൾ ഇവിടെ ഇപ്പം മൂന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ആദ്യത്തെ 3 എലമെന്റ്സ് സോർട്ടായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 3 എലമെന്റ്സ് ആണ്. അതിനെ അതേ പ്രൊസീജിയറിൽ തന്നെ സോർട്ട് ചെയ്യുന്നു. അപ്പോൾ നാലാമത്തെ റൗണ്ട് എത്തപ്പോഴേക്കും നമ്മൾ സോർട്ട് ചെയ്ത എലമെന്റ്സിനെ ടച്ച് ചെയ്യത്തില്ല. ബാക്കിയുള്ള എലമെന്റ്സിനെ ആയിരിക്കും സോർട്ട് ചെയ്യുന്നത്. ഇവിടെ നാലാമത്തെ എലമെന്റിനെ ആയിരിക്കും ബേസ് ചെയ്ത് വെച്ചിരുന്നത്. നാലാമത്തെ അഞ്ചാമത്തെ എലമെന്റും കൂടെ കമ്പയർ ചെയ്യുക. നാലാമത്തെ ആറാമത്തെ എലമെന്റും കൂടെ കമ്പയർ ചെയ്യുക. ഇവിടെയും സ്വാപ്പിങ്ങിന്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴും ഇവിടെയും സ്വാപ്പിങ്ങിന്റെ ആവശ്യമുണ്ട്. ഈ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇതിന്റെ ബേസ് ഇതാണ് നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് പോകുന്നത്. ഇവിടെ വെച്ച് ആദ്യത്തെ 4 എലമെന്റ്സിനെ നമ്മൾ ടച്ച് ചെയ്യത്തില്ല. അഞ്ചാമത്തെ എലമെന്റ് ബേസ് ആക്കി വെച്ച് പെയർ എടുക്കും. ഇവിടെ അവസാനത്തെ 2 എലമെന്റ്സ് മാത്രമേ സോർട്ട് ചെയ്യാനായിട്ടുള്ളൂ. അതായത് ഒറ്റ പെയറിൽ മാത്രമേ കമ്പയർ ചെയ്യാനുള്ളൂ. ഈ 2 നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ലെഫ്റ്റ് നമ്പർ ആണോ വലുത് എന്ന് നോക്കും. ലെഫ്റ്റ് നമ്പർ ആണ് വലുത് എങ്കിൽ അതിനെ ഇന്റർചേഞ്ച് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. അങ്ങനെ സ്വാപ്പ് ചെയ്ത ഔട്ട്പുട്ടാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം നടന്നു കഴിഞ്ഞത് ആദ്യത്തെ 5 എലമെന്റ്സ് സോർട്ട് ആയി കഴിഞ്ഞു. അതായത് ആറാമത്തെ എലമെന്റ്സും സോർട്ടായി, പിന്നെ അത് സോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആറാമത്തെ എലമെന്റ് സോർട്ടായി. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ സോർട്ടിംഗ് അൽഗോരിതം കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ ലോജിക്കാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ലോജിക് അനുസരിച്ച് എഴുതിയിരിക്കുന്ന പ്രോഗ്രാമാണ് ഈ കാണുന്നത്. ഇത്രയും മാത്രമല്ല, ഇത്രയും കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും വലിയൊരു പ്രോഗ്രാമാണ്, ഒരുപാട് ലൈൻസ് ഒക്കെ ഉണ്ടെന്ന്. ഒരു കാര്യവുമില്ല. ഇതിന്റെ 75% നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു 25% ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇത്രയും പോർഷൻ, ഈ ഫോർ ലൂപ്പ് മുതൽ ഇതുവരെയുള്ള ഇത്രയും പോർഷൻ മാത്രമേ ആക്ച്വൽ ആയിട്ടുള്ള ഈ ലോജിക്ക് വരുന്നുള്ളൂ. നമ്മൾ ഈ സോർട്ട് ചെയ്യാനുള്ള ലോജിക്ക് വരുന്നുള്ളൂ. ഈ ഇത്രയും പോയിന്റ്സ്, ഇത്രയും ലൈൻസ് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതും എളുപ്പം തന്നെയാണ്. ഈ 3 ലൈൻസും ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കും. ഈ ഫോർ ലൂപ്പും ഈ ഇഫ് ലൂപ്പും ഇഫ് കണ്ടീഷനും എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ, ഇപ്പൊ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത ലോജിക്ക് അനുസരിച്ചുള്ള ഒരു സോർട്ടിംഗ് അൽഗോരിതമാണ്, ഒരു ബബിൾ സോർട്ട് അൽഗോരിതത്തിന്റെ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആ പ്രോഗ്രാം റൺ ചെയ്യപ്പെടുന്ന ഔട്ട്പുട്ട് ആണ് ഈ കാണുന്നത്. ഇവിടെ റൺ ചെയ്യുമ്പോൾ ആദ്യം എൻ്റർ ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ആൻ അറേ എന്നുള്ള കാര്യം ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരു ഇൻറ്റീജർ വാല്യൂ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ ഞാനിപ്പോൾ 5 എന്നാണ് കൊടുത്തത്. അതായത് 5 എലമെന്റ്സ് ഉള്ള അറേ ആണുള്ളത്. ആ 5 എലമെന്റ്സിനെയാണ് എനിക്ക് സോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 5 എന്ന ഇൻറ്റീജർ വാല്യൂ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ 5 എലമെന്റ്സിന്റെ വാല്യൂസ് ടൈപ്പ് ചെയ്യാനായിട്ട് അടുത്ത ലൈനിൽ ചോദിക്കും. ഈ 5 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ 5 ആണ് ഇവിടെ അപ്പിയർ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റർ 5 എലമെന്റ്സ് ഓഫ് ദി അറേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ന്യൂ ലൈൻ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂ ലൈൻ ഇവിടെ എൻ്റർ ചെയ്യുന്നത് ന്യൂ ലൈനിൽ വരാൻ വേണ്ടി ഞാൻ ഇവിടെ \n എന്ന ടേം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമ്മൾ 5 എലമെന്റ്സ്, നമ്മൾ 5 എന്ന് പറഞ്ഞതുകൊണ്ട് 5 എന്ന് എലമെന്റ്സ് സെലക്ട് ചെയ്തുകൊണ്ട് 5 എലമെന്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുക്കപ്പോഴേക്കും
ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഈ ലോജിക് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അതായത് ഓർഡറിൽ അറേഞ്ച് ചെയ്ത 2 4 5 7 9 എന്നീ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനുള്ള പ്രോഗ്രാമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. ആദ്യം ഒരു ഇൻറ്റീജർ അറേ എന്ന് പേരുള്ള 50 സൈസ് ഉള്ള ഒരു ഇൻറ്റീജർ അറേ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ഈ നമ്പേഴ്സിനെ നമ്മൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള അറേയാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ് ടു 50 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ടെന്ന് പറയാം. ആ സൈസ് 50 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അറേ എന്നാണ് അറേയുടെ പേര്. ഒരു ഇൻറ്റീജർ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ എന്നും ജെ എന്നും രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഫോർ ലൂപ്പിന്റെ അകത്ത് ഉപയോഗിക്കാനുള്ള വേരിയബിൾസ് ആണ് ഐ എന്നും ജെ എന്നും. അത് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഐ എന്നും ജെ എന്നും രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ പറയാം. അത് ഈ സ്വാപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ വാല്യൂവിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു വേരിയബിൾ ആണ് ടെമ്പ് എന്നുള്ളത്. അത് സ്വാപ്പ് ചെയ്യപ്പം ഉപയോഗിക്കുന്ന ആ വേരിയബിൾ ആണ്. സ്വാപ്പ് ചെയ്യപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ആ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ടെമ്പ് എന്നൊരു വേരിയബിൾ, പിന്നെ എൻ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എൻ എന്ന് പറയുന്നത് സൈസ് എത്രയാണെന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റോർ ചെയ്യാനാണ്. ഇവിടെ ഞാൻ 5 എന്ന് പറയുന്ന ഇൻറ്റീജർ ടൈപ്പ് ചെയ്ത് കൊടുത്തു, അതായത് എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന്. അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് എൻ എന്ന് പറയുന്ന ഒരു വേരിയബിളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ആദ്യം റൺ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് എൻ്റർ ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ആൻ അറേ എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി printf എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ 5 എന്ന സംഭവം 5 എന്ന ഇൻറ്റീജർ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനെ n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം scanf എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റർ ആ നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. എൻ്റർ 5 എലമെന്റ്സ് ഓഫ് ദി അറേ എന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി printf എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. ഇവിടെ %d ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ %d എന്ന് പറയുന്ന ടൈമിന്റെ സ്ഥാനത്ത് n-ന്റെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ 5 എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ അതിനെ printf എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ 5 വാല്യൂസ്, ഇവിടെ 5 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തതുകൊണ്ട് 5 വാല്യൂസ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടി വരും. ആ 5 വാല്യൂസ് ഈ അറേയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അറേയുടെ ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും, അതായത് സ്റ്റാർട്ടിങ് ഫ്രം 0. ഇവിടെ 5 എലമെന്റ്സ് എന്ന് പറയുമ്പം ഈ അറേ എന്ന് പറയുന്ന അറേയിൽ ഇൻഡെക്സ് പൊസിഷൻ 0 1 2 3 4, അതായത് 0 1 2 3 4 എന്നീ ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോർ ലൂപ്പും ഇതിൻ്റെ അകത്തുള്ള കണ്ടീഷനും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഐയുടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാനും ഐ ലെസ് ദാൻ n എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഡെക്സ് പൊസിഷനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഐ എന്ന വാല്യൂ ഉപയോഗിക്കുന്നത്. ഈ ഐ എന്ന വാല്യൂ ഇൻഡെക്സ് പൊസിഷൻ വേരി ചെയ്യുന്നത് 0 to 4 ആയിരിക്കും. ഇവിടെ 5 എലമെന്റ്സ് എൻ്റർ ചെയ്യുന്നത് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് 0 1 2 3 4, അതായത് 0 to 4 ആണ് ഐയുടെ വാല്യൂ വേരി ചെയ്യേണ്ടത്. എപ്പോഴെങ്കിലും ഐയുടെ വാല്യൂ 5 ആവുകയാണെങ്കിൽ പിന്നെ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഈ ഫോർ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് പുറത്തു വരണം. അതുകൊണ്ടാണ് ഐ ലെസ് ദാൻ n എന്ന് കൊടുത്തത്. ഇവിടെ n-ന്റെ വാല്യൂ 5 ആയിരിക്കും. അപ്പം ഐയുടെ വാല്യൂ ലെസ് ദാൻ 5 ആകുമ്പോഴേ അതിന്റെ കൂടെയുള്ള ഈ ഫോർ ലൂപ്പിന്റെ അകത്തുള്ള ഈ scanf എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. എപ്പോഴാണോ ഐയുടെ വാല്യൂ ഇവിടെ ഇൻക്രിമെന്റ് ആയി ഐയുടെ വാല്യൂ എപ്പോഴാണോ 5 ആകുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഐയുടെ വാല്യൂ ഇൻഡെക്സ് പൊസിഷൻ 5-ലോട്ട് നമുക്ക് ഇവിടെ ഒന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. മൊത്തം 5 എലമെന്റ്സേ ഉള്ളൂ. അത് 0 to 4 എന്നീ ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എപ്പോഴാണോ ഐയുടെ വാല്യൂ 5 ആകുന്നത് അവിടെ വെച്ച് ആ ഫോർ ലൂപ്പ് ബ്രേക്ക് ആവും. അപ്പം അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ scanf എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ ഇൻഡെക്സ് പൊസിഷൻ എന്താണോ ആ വാല്യൂയിലോട്ടായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ സ്റ്റോർ ആവുന്നത്. ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഇതിന്റെ ഈ ഫോർ ലൂപ്പിന്റെ ഈ ലോജിക് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നതെന്ന്. ഇതേ ലോജിക് ഉപയോഗിച്ച് തന്നെയാണ് ഈ സംഭവം ഡിസ്പ്ലേ ചെയ്യുന്നത്. ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അറേ ഓഫ് എലമെന്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ ആർ എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റ് printf എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ അറേ ഓഫ് എലമെന്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ ആർ എന്ന് കൊടുത്തിട്ട് ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്, \n കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി എന്ത് ഡിസ്പ്ലേ ചെയ്യുന്നു അത് അടുത്ത ന്യൂ ലൈനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അറേ എന്ന് പറയുന്ന അറേയിൽ നമ്മൾ എന്ത് എലമെന്റ്സ് ആണോ സ്റ്റോർ ചെയ്യുന്നത് ആ 5 എലമെന്റ്സിനെ അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ഇവിടെ. അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് printf എന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. printf എന്ന സ്റ്റേറ്റ്മെന്റ് അകത്ത് %d അത് കഴിഞ്ഞിട്ട് \t എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ %d അവിടെ ഈ അറേയുടെ ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ടാബ് ഹൊറിസോണ്ടൽ ടാബ് സ്പേസും കൂടെ കഴിഞ്ഞായിരിക്കും അടുത്ത ഐയുടെ പൊസിഷനിൽ വരുന്ന വാല്യൂവിന് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ വേരി ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്താണ് ഈ printf എന്ന സ്റ്റേറ്റ്മെന്റ് ഉള്ളത്.
ഐയുടെ വാല്യൂ 0 to 4 വരെ ആയിരിക്കും വേരി ചെയ്യുന്നത്. അങ്ങനെ 0 to 4 വേരി ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് 5 തവണ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴാണ് ഈ 5 വാല്യൂസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് ഈ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ഈ എലമെന്റ്സ് ഓരോന്നായിട്ട് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് ഫോർ ലൂപ്പ്. ഇത് നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെയാണ്, ഇതേപോലെ തന്നെ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ മുമ്പുള്ള 2-3 പ്രോഗ്രാംസിൽ യൂസ് ചെയ്തത്. അത് ഉപയോഗിച്ച് ഈ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കും. അപ്പം നമ്മൾ ആക്ച്വലി ഇത്രയും സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി നമ്മൾ പഠിച്ചു, ഇത്രയും സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇത് മുമ്പുള്ള പ്രോഗ്രാംസിൽ നമ്മൾ ഉപയോഗിച്ച അതേ സെയിം സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് ഉള്ളത്. ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഫോർ ലൂപ്പ് തുടങ്ങി ഉള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആകെ ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇവിടെ ഐയും ജെയും എന്തിനാണെന്ന് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇവിടെ കണ്ടല്ലോ, ഇതാണ് നമ്മൾ ലോജിക് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ആദ്യത്തെ നമ്പർ നമ്മൾ ഈ പെയർ ആയിട്ട് എടുക്കുമ്പോൾ ലെഫ്റ്റ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഐ എന്ന ആൽഫബറ്റ് ഉപയോഗിക്കുന്നത്. ജെ എന്ന ആൽഫബറ്റ് ഉപയോഗിക്കുന്നത് റൈറ്റ് സൈഡിൽ വരുന്ന എലമെന്റിനെയാണ്. അപ്പോൾ ഈ പെയർ എടുക്കുമ്പം ഈ 9 എന്നുള്ളത് ഈ 9 എന്ന് പറയുന്ന നമ്പറിനെ ഐ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 8 എന്ന നമ്പറിനെ ജെ വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു പെയർ എടുക്കുമ്പോൾ 8ഉം 6ഉം എന്നീ പെയർ എടുക്കുമ്പോൾ ഐ എന്ന എലമെന്റ് വെച്ച് ഐ എന്ന വേരിയബിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ലെഫ്റ്റ് നമ്പറായ 8നെയാണ് ജെ എന്ന വേരിയബിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന റൈറ്റ് സൈഡിലുള്ള നമ്പറായ 6നെ റെപ്രസെന്റ് ചെയ്യാനാണ്. അതായത് ഐയും ജെയും എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഐയും ജെയും കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. എല്ലാ സ്റ്റേജിലും എല്ലാ ഐറ്ററേഷനിലും ഐ എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്ന നമ്പറും ജെ എന്ന പൊസിഷനിൽ വരുന്ന നമ്പറും കൂടിയാണ് കമ്പയർ ചെയ്യുന്നത്. ഐ എന്ന പൊസിഷൻ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഐ എന്ന വേരിയബിൾ ഉപയോഗിക്കുന്നത്. റൈറ്റ് സൈഡിലുള്ള നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ജെ എന്ന വേരിയബിൾ ഉപയോഗിക്കുന്നത്. ഇവിടെ അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഓരോ പൊസിഷൻ, അതായത് ഞാൻ റൗണ്ട് 1, 2, 3 എന്നൊക്കെ പറഞ്ഞു, അത് നിങ്ങൾ നോക്കണ്ട. ഓരോ റൗണ്ട് ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. റൗണ്ട് 1, റൗണ്ട് 2 എന്ന നമ്പർ എന്ന് നിങ്ങൾ നോക്കണ്ട, ഓരോ റൗണ്ട് എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. ആദ്യത്തെ റൗണ്ടിൽ ഈ ഐ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. നമ്മളിവിടെ ഐയും ജെയും എല്ലാം ഇൻഡെക്സ് പൊസിഷനാണ് മെൻഷൻ ചെയ്യുന്നത്, ഇൻഡെക്സ് പൊസിഷൻ. അപ്പൊ ഇൻഡെക്സ് നമ്പേഴ്സ് 0-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1-ലല്ല എന്നറിയാലോ. അപ്പം 0-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 0 ആയിരിക്കും. ഈ 0 എന്ന് ഉദ്ദേശിക്കുന്ന ഈ നമ്പേഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആദ്യം ലെഫ്റ്റ് എൻഡിൽ വരുന്ന ആ നമ്പറിനെയാണ് ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല. ഓരോ റൗണ്ടിലും ഓരോ പർട്ടിക്കുലർ റൗണ്ടിലും ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല. എപ്പോഴും ആ ഐ എന്ന വേരിയബിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷന് മാത്രമായിരിക്കും. അത് ആ പൊസിഷനിൽ എന്ത് നമ്പർ ആയിരുന്നാലും കാര്യമില്ല, ആ പൊസിഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ പൊസിഷൻ, ഇവിടെ ആദ്യത്തെ പൊസിഷൻ, ഇവിടെ ആദ്യത്തെ പൊസിഷൻ, അതായത് ലെഫ്റ്റ് നമ്പറിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് ചേഞ്ച് ചെയ്യാം, അത് കുഴപ്പമില്ല, അത് ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഐ എന്ന് പറയുന്നത് 0-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 എന്ന ഇൻഡെക്സ് പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഐയുടെ വാല്യൂ അപ്പോൾ 0-ലാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അതേസമയം ജെയുടെ വാല്യൂ ആക്ച്വലി ഇനിഷ്യലൈസ് ചെയ്യുന്നത് i+1 എന്ന രീതിയിലാണ്. അതായത് ഐയുടെ വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് 0 ആയിട്ടായിരിക്കും ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അതേസമയം ജെയുടെ വാല്യൂ എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്യുന്നത് i+1 എന്നും പറഞ്ഞാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് i+1 എന്നാണ്. അതായത് ഇപ്പോൾ ഈ ഒരു റൗണ്ടിൽ ഐയുടെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ജെയുടെ വാല്യൂ 1 ആവണം. കാരണം ഐയും ജെയും കൂടിയാണ് കമ്പയർ ചെയ്യേണ്ടത്. അതായത് 0 ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന നമ്പറും 1 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന നമ്പറും കൂടിയാണ് കമ്പയർ ചെയ്യേണ്ടത്. അതായത് ഈ പൊസിഷനിലെ നമ്പറിനെ ഐ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ പൊസിഷനിൽ വരുന്ന നമ്പറിനെ ജെ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡെക്സ് പൊസിഷൻ എടുക്കാനായിട്ട് എന്താണോ ഐ അതിൻ്റെ കൂടെ +1 കൊടുക്കുമ്പോഴാണ് ജെയുടെ ഇൻഡെക്സ് പൊസിഷൻ കിട്ടുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഓരോ റൗണ്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്യുന്ന ജെയുടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, i+1 എന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ റൗണ്ട് 1 ആയിരുന്നാലും റൗണ്ട് 2 ആയിരുന്നാലും ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ +1 ആണ്. ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 അല്ല 1 ആണ്. ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് ഓരോ റൗണ്ട് കഴിയുമ്പോഴേക്കും ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. ഓരോ റൗണ്ട് കഴിയുമ്പോഴേക്കും ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. ആദ്യത്തെ റൗണ്ടിൽ ഐയുടെ വാല്യൂ 0 ആയിരുന്നു, രണ്ടാമത്തെ റൗണ്ടിൽ ഐയുടെ വാല്യൂ 1 ആയി. അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് ചെയ്തപ്പോൾ അതിനെ ഇൻക്രിമെന്റ് ചെയ്ത് ഐയുടെ വാല്യൂ എന്നുള്ളത് 2 ആവും. അടുത്ത റൗണ്ട് എത്തുമ്പോൾ പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആവും. അപ്പൊ ആ സമയത്തെല്ലാം ഈ ജെയുടെ വാല്യൂ എന്ന് പറയുന്ന i+1, അതായത് ഇനിഷ്യലൈസ് ചെയ്യണം. ജെയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് i+1 എന്ന വാല്യൂയിലായിരിക്കും. അത് കഴിഞ്ഞാൽ ജെയുടെ വാല്യൂ മാറും. ജെയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും i+1-ലായിരിക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം പെയർ ചെയ്യുന്നത് എപ്പോഴും ഐയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു പർട്ടിക്കുലർ റൗണ്ടിൽ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല, ഐയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ ഇപ്പം ഐയുടെ വാല്യൂ 0 തന്നെയായിരിക്കും, ജെയുടെ വാല്യൂ ആയിരിക്കും മാറുന്നത്.
ജെയുടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നത് i+1 എന്നായിരിക്കും ജെയുടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അടുത്ത ഐറ്ററേഷൻ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 2 ആവും. ഇൻക്രിമെന്റ് 2 ആകും. ഐയും ജെയും കൂടെ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 എന്ന് പറയുന്ന ഐയുടെ വാല്യൂ 2 എന്ന് പറയുന്ന 0 1 2 2 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലുള്ള ജെയുടെ വാല്യൂ ആയിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അടുത്ത ഐറ്ററേഷൻ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആവും. അപ്പോഴും ഐയുടെ വാല്യൂവിന് ചേഞ്ച് ഒന്നുമില്ല, 0 തന്നെയാണ്. അപ്പോൾ 0 പൊസിഷനിൽ വരുന്ന ഐയുടെ വാല്യൂ 3 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലുള്ള ജെയിൽ വരുന്ന വാല്യൂവും കൂടെ ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പൊസിഷനിൽ ജെയിലെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 4 ആക്കും. എന്നിട്ട് ഇൻഡെക്സ് പൊസിഷൻ ഐയിൽ വരുന്ന നമ്പറും ജെയിൽ വരുന്ന നമ്പറും കൂടിയായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഓരോ ഐറ്ററേഷൻ കഴിയും തോറും ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് പോകും. ജെയുടെ വാല്യൂ അവസാനം വരെ എത്തുമ്പോഴേക്കും, അതായത് ഇവിടെ ഇപ്പോൾ 6 നമ്പേഴ്സ് ആണ് ഉള്ളത്, അതായത് ഇൻഡെക്സ് നമ്പേഴ്സ് 0 to 5 ആണ് വരേണ്ടത്. 0 1 2 3 4 5. ഈ ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ എത്തിക്കഴിയുമ്പോഴേക്കും ജെയുടെ വാല്യൂ ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ എത്തിക്കഴിയുമ്പോഴേക്കും പിന്നെ പെയർ കമ്പയർ ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോഴാണ് അടുത്ത റൗണ്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ജെയുടെ വാല്യൂ മാക്സിമം എത്തിക്കഴിഞ്ഞ് പെയർ കമ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോഴാണ് ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം എല്ലാ കേസിലും ഐയുടെ വാല്യൂ 0 തന്നെയായിരുന്നു. ജെയുടെ വാല്യൂ ആദ്യം i+1 എന്നായിരുന്നു. i+1 എന്ന് പറയുമ്പോൾ ഇവിടെ ജെയുടെ വാല്യൂ 1 ആയി. പിന്നെ അതിനെ ഇൻക്രിമെന്റ് ചെയ്ത് 2 ആക്കി, ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആക്കി, 4 ആക്കി, 5 ആക്കി. ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 5 വരെ എത്തി. ഇനി ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 6 ആക്കാൻ എലമെന്റ് ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴാണ്, അതായത് അതിന്റെ അർത്ഥം ലാസ്റ്റ് നമ്പർ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ടിലോട്ട് പോയാൽ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 0 എന്നുള്ളത് 1 ആവും. അതാണ് അടുത്ത റൗണ്ട് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 1 ആയി കഴിഞ്ഞു. അപ്പം ജെയുടെ വാല്യൂ എന്തായിരിക്കും? ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനിഷ്യൽ വാല്യൂ i+1. അതായത് ഐയുടെ വാല്യൂയുടെ 1ഉം ജെയുടെ വാല്യൂ 2 ആയി. ഇനി അടുത്ത് ജെയിലെ വാല്യൂ അടുത്ത ഐറ്ററേഷനിൽ 2 എന്നുള്ള ഇൻക്രിമെന്റ് ചെയ്ത് 3 ആക്കും, അതിനെ ഇൻക്രിമെന്റ് ചെയ്ത് 4 ആക്കും, അതിനെ ഇൻക്രിമെന്റ് ചെയ്ത് 5 ആക്കും. ഇനി അടുത്ത ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല, ജെയുടെ വാല്യൂ മാക്സിമം വരെ എത്തിക്കഴിഞ്ഞു. ജെയുടെ വാല്യൂ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ഇനി അടുത്ത റൗണ്ടിലോട്ട് പോകണം. അതിനുവേണ്ടി ചെയ്യുന്നത് ഐയുടെ വാല്യൂ പിന്നെയും ഇൻക്രിമെന്റ് ചെയ്ത് 1 എന്നുള്ളത് 2 ആക്കും. അതാണ് അടുത്ത റൗണ്ട് എന്ന് പറയുന്നത്. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 2 ആക്കും. ആ സമയത്ത് ജെയുടെ വാല്യൂ യൂട്ടിലൈസ് ചെയ്യും. ജെയുടെ വാല്യൂ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം i+1 ആണ് ജെയുടെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഐ എന്നുള്ളത് 0 1 2 ആയിരുന്നു. അതിന് ജെ എന്ന് പറയുന്നത് 2 + 1 3 ആയി. അപ്പൊ ഇവിടെ ഈ തേർഡ് എലമെന്റും ഫോർത്ത് എലമെന്റും കൂടെ സെക്കൻഡ് ഇൻഡെക്സ് പൊസിഷനിലും തേർഡ് ഇൻഡെക്സ് പൊസിഷനിലും വരുന്ന നമ്പേഴ്സ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ജെയുടെ വാല്യൂ ഇവിടെ 3 ആയിരുന്നു. അതിന് ഇൻക്രിമെന്റ് ചെയ്ത് 4 ആക്കും, അതിന് ഇൻക്രിമെന്റ് ചെയ്ത് 5 ആക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻക്രിമെന്റ് ചെയ്യാനൊന്നുമില്ല. ആ സമയത്താണ് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് അടുത്ത റൗണ്ടിലോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഐയുടെയും ജെയുടെയും വാല്യൂ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ഇനി നമുക്ക് ഈ പ്രോഗ്രാമിന്റെ മെയിൻ പോർഷൻ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു, കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് ഈ കോഡ്സ് എല്ലാം എഴുതിയിരിക്കുന്നത്. ഇവിടെ മൂന്ന് ബ്രാക്കറ്റ്സ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഫോർ ലൂപ്പിന്റെ അകത്ത് ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ്സിന്റെ സ്റ്റാർട്ടിങ് ആയിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് അടുത്തൊരു ഫോർ ലൂപ്പ് ആ സെയിം ലൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഈ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് സെയിം ലൈനിൽ തന്നെ ബാക്കി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഈ ഫോർ ലൂപ്പിന്റെ അകത്താണ് ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് അടുത്ത ഇഫ് സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഈ കോഡിനെയാണ് ഞാൻ കൺജസ്റ്റഡ് ആക്കി ഈ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ കോഡിനെ നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കി, അതായത് സ്പേസ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാനൊക്കും. ഈ 3 ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് ആണ് ഞാൻ എല്ലാം കൂടെ ഒറ്റ ലൈനിൽ ഒരുമിച്ച് കൊടുത്തത്. ഇത് ഓരോന്നും ഓരോ ലൈനിലായിട്ട് കൊടുക്കാതെ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചാക്കി ഒറ്റ ലൈനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഈ ബ്രാക്കറ്റ് ഇട്ട് അടുത്ത ലൈനിൽ ഫോർ ലൂപ്പ് ഈ ഫോർ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന് പകരം ഇത് തന്നെ നമുക്ക് ഇവിടെ എഴുതാനൊക്കും. അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അടുത്ത ലൈനിൽ എഴുതുന്നതിന് പകരം ഈ ലൈനിൽ തന്നെ ഞാൻ അങ്ങ് എഴുതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഫോർ ലൂപ്പിൻ്റെ അകത്താണ് ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് വരാനുള്ളത്. അതിന് വേണ്ടി ഈ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇഫ് സ്റ്റേറ്റ്മെന്റ് റെപ്രസെന്റ് ചെയ്തു. അത് എനിക്ക് വേണമെങ്കിൽ ഇഫ് എന്നുള്ളത് ഇവിടെ തന്നെ അങ്ങ് എഴുതാം, കുഴപ്പമില്ല. ഇങ്ങനെ എഴുതാനും വർക്ക് ചെയ്തോളും. നമുക്ക് ഇങ്ങനെ എഴുതാം, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്താലും വർക്ക് ചെയ്തോളും, എററൊന്നും കാണിക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്താണ് ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ കൂടെ തന്നെ ആ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങ് എഴുതി തുടങ്ങാനൊക്കെ. അപ്പം ഈ ഇത്രയും വളരെ ലെങ്തി ആയിട്ടുള്ള, അതായത് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ഇത്രയും സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഞാൻ കണ്ടൻസ് ചെയ്ത് ഇത്രയും ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് തീർത്തത്. ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. അപ്പൊ ഈ ഒരു രൂപമാണ് ഞാൻ ഇവിടെ ഈ പ്രോഗ്രാമിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ആക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ടത് ഇത്രയും പോർഷൻ ആണ്.
ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യത്തെ റൗണ്ട് വച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാനിവിടെ പറഞ്ഞു നമുക്ക് ആദ്യം കമ്പയർ ചെയ്യുന്ന സംഭവം നോക്കാം. ഇവിടെ 9ഉം 8ഉം തമ്മിലാണ് കമ്പയർ ചെയ്തത്. നമ്മൾ കമ്പയർ ചെയ്ത കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ നമ്പർ വലുതും ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനെക്കാളും വലുതാണ് എങ്കിൽ, അതായത് ലെഫ്റ്റ് നമ്പർ റൈറ്റ് നമ്പറിനെക്കാളും വലുതാണ് എങ്കിൽ അതിനെ ഇന്റർചേഞ്ച് ചെയ്യണം എന്നാണ് നമ്മൾ കണ്ടത്. അതായത് ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനെക്കാളും വലുതാണ് എങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യണം. ഇവിടെ തന്നെ ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനെക്കാളും വലുതാണ്, അപ്പോൾ ഈ പൊസിറ്റീവ് ഇന്റർചേഞ്ച് ചെയ്യണമല്ലോ, എന്നാലല്ലേ കറക്റ്റ് ആവുള്ളൂ. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് array I greater than array J. ഞാൻ നേരത്തെ പറഞ്ഞു array I എന്ന് പറഞ്ഞ ഇൻഡെക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ലെഫ്റ്റ് നമ്പറിനെയും J എന്നുള്ള വേരിയബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന റൈറ്റ് നമ്പറിനെയാണ്. അതായത് ഇവിടെ നോക്കുന്നത് ലെഫ്റ്റ് നമ്പർ റൈറ്റ് നമ്പറിനെക്കാളും വലുതാണോ എന്ന കണ്ടീഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇഫ് array I greater than array J. array I എന്നുള്ളത് ലെഫ്റ്റ് നമ്പർ, array J എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന റൈറ്റ് നമ്പറാണ്. അപ്പം ലെഫ്റ്റ് നമ്പർ റൈറ്റ് നമ്പറിനെക്കാളും വലുതാണോ എന്നാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. വലുതാണ് എങ്കിൽ ആ സംഭവം ഇന്റർചേഞ്ച് ചെയ്യേണ്ടി വരും, അതിന്റെ വാല്യൂസ് സ്വാപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ വാല്യൂസ് സ്വാപ്പ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചാണ് ആ വാല്യൂസിനെ സ്വാപ്പ് ചെയ്യുന്നത്. ഈ ഇവിടെ തന്നെ 9 8 എന്നുള്ളത് 8 9 ആക്കിയത് ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചാണ്. നമുക്ക് അത് ഇവിടെ തന്നെ നോക്കാം. ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ആദ്യം ഈ ലെഫ്റ്റ് നമ്പറിനെ, അതായത് ഈ 9 എന്ന് പറയുന്ന നമ്പറിനെ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യും. അതായത് ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഈ 9നെ അങ്ങ് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ 8 എന്ന് പറയുന്ന വാല്യൂവിനെ ഈ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഈ 9 എന്നുള്ളത് ആദ്യം ഒരു ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഈ 8 എന്ന നമ്പറിനെ ഈ പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ 8 ആയി. അത് കഴിഞ്ഞതിന് ശേഷം ഈ നമ്പറിനെ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത ആ ടെമ്പ് എന്ന് പറയുന്ന ആ വേരിയബിളിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അത് 9 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ വാല്യൂവിനെ ഈ പൊസിഷനിലോട്ട് അങ്ങ് കോപ്പി ചെയ്യും. അപ്പോഴാണ് ഈ 9 8 എന്നുള്ളത് 8 9 ആവുന്നത്. ആ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യം array iയിൽ വരുന്ന ആ വാല്യൂ എന്താണോ അത് ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ 9 എന്ന വാല്യൂ ആണുള്ളത്, ആ 9 എന്ന വാല്യൂവിനെ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം array J എന്ന് പറയുന്ന ആ എലമെന്റിനെ array iയിലോട്ട് കോപ്പി ചെയ്യുന്നു. അതായത് 8 എന്ന് പറയുന്ന ആ വാല്യൂവിനെ ഈ 9 എന്ന ആ എലമെന്റിലോട്ട്, അതായത് I എന്ന് പറയുന്ന ആ എലമെന്റിലോട്ട് ആ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ടെമ്പിൽ എന്താണോ സ്റ്റോർ ചെയ്യുന്നത്, ടെമ്പ് എന്ന വാല്യൂവിൽ എന്താണോ സ്റ്റോർ ചെയ്യുന്നത്, അത് array J എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ ഇവിടെ ടെമ്പ് എന്ന് പറയുന്നതിൽ 9 എന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്തത്. അതിന് array J എന്നുള്ളത് റൈറ്റ് നമ്പറാണ്, റൈറ്റ് സൈഡിലെ നമ്പറാണ്. ആ ഇൻഡെക്സ് പൊസിഷനിലോട്ട് ആ നമ്പർ 9 എന്ന നമ്പറിനെ സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴാണ് ഈ 9 8 എന്ന അറേഞ്ച്മെന്റ് 8 9 എന്ന രൂപത്തിലാവുന്നത്. അതായത് നമ്പേഴ്സ് സ്വാപ്പ് ആയി. ഇങ്ങനെ നമ്പേഴ്സ് സ്വാപ്പ് ചെയ്യാനുള്ള ഈ 3 സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ മുമ്പുള്ള പ്രോഗ്രാമിൽ പഠിച്ചത് തന്നെയാണ്. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഈ ഇങ്ങനെ സ്വാപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം പഠിച്ചു. അതിൽ ഉപയോഗിച്ച സെയിം സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചാണ് ഈ നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്യുന്നത്? ഈ പെയർ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ നമ്പർ വലുതാണ് എങ്കിലാണ് ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ആ കണ്ടീഷനാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തത്. ഇഫ് array I greater than array J എന്നത്. അതായത് നമ്മൾ ഒരു പെയർ എടുത്ത് 2 നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ array I greater than array J ആണ് എങ്കിൽ, ഇത് ലെഫ്റ്റ് സൈഡിലെ നമ്പർ റൈറ്റ് സൈഡിലെ നമ്പറിനെക്കാളും വലുതാണ് എങ്കിലാണ് ഈ രണ്ട് നമ്പേഴ്സും സ്വാപ്പ് ചെയ്യേണ്ടത്, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ അല്ല എങ്കിൽ, അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട. നമ്മൾ ഇവിടെ ഇപ്പം കേസിൽ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡ് നമ്പർ 2ഉം റൈറ്റ് സൈഡ് നമ്പർ 5ഉം ആണ്. അപ്പൊ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ നമ്പർ വലുതല്ല, അപ്പോൾ കണ്ടീഷന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയില്ല. അപ്പോൾ എപ്പോഴാണോ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നത് അപ്പോഴായിരിക്കും നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ഒരു തവണ റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഇഫ് സ്റ്റേറ്റ്മെന്റ് ഒരു തവണ റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഔട്ട്പുട്ട് ഫാൾസ് ആവും, അല്ലെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. രണ്ട് കേസിലായിരുന്നാലും ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിനെക്കാളും സ്മോൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് പിന്നെയും എഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് ആദ്യം ഈ 2 നമ്പേഴ്സ് ആണല്ലോ കമ്പയർ ചെയ്തത്, അതായത് I എന്ന നമ്പറും J എന്ന നമ്പറും. ഇവിടെ I എന്ന വാല്യൂ 0യും J എന്ന വാല്യൂ 1ഉം ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഇവിടെ സ്വാപ്പിംഗ് ഒക്കെ നടത്തുന്നു. സ്വാപ്പിംഗ് നടത്തി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഈ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ 1 ആയത് 2 ആയി. ജെയുടെ വാല്യൂ 1 ആയിരുന്നത് 2 ആയി. ഇനി കമ്പയർ ചെയ്യുന്ന array I greater than array J എന്ന സംഭവമാണ് കമ്പയർ ചെയ്യുന്നത്. അതായത്
ഇവിടെ അറേ ഐക്ക് ഇവിടെ മാറ്റമൊന്നുമില്ല, ഐ 0 തന്നെ നിൽക്കുകയാണ്. പക്ഷേ ജെയുടെ വാല്യൂ 1ൽ നിന്ന് 2 ആയി. അതായത് ഈ നമ്പരും കൂടിയായിരിക്കും അടുത്ത സ്റ്റെപ്പിൽ കമ്പയർ ചെയ്യുന്നത്. 8 എന്ന 6 എന്ന നമ്പറും ആയിരിക്കും അടുത്ത സ്റ്റെപ്പിൽ കമ്പയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് സ്വാപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെയും ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ജെയുടെ വാല്യൂ 2ൽ നിന്ന് 3 ആവും. ആ സമയത്ത് ഇവിടെ കമ്പാരിസൺ നടക്കുന്നത് ഐയുടെ വാല്യൂ 1ഉം പിന്നെ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് സോഴ്സിൽ എന്ന് പറയുന്നത് 3 ആണ്. അതുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ 3 എന്നുള്ളത് 4 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യും, 5 എന്നും പറഞ്ഞ് ഇൻക്രിമെന്റ് ചെയ്യും. ഈ 5 എന്ന് പറഞ്ഞ് ഇൻക്രിമെന്റ് ചെയ്ത് അതും എക്സിക്യൂട്ട് ചെയ്യും. 5 എന്ന് പറയുന്ന വാല്യൂ ഇൻഡെക്സ് പൊസിഷൻ ഇതാണ്, ഈ എലമെന്റ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. 0 1 2 3 4 5. അപ്പൊ ഈ പേരും കൂടെ കമ്പയർ ചെയ്തതിന് ശേഷം ഈ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 6 ആക്കുന്നു. 6 ആക്കിയിട്ട് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും അതിന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവും. കാരണം ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 to 5 ആയിരിക്കും. ഇവിടുത്തെ കേസിൽ എന്നിന്റെ വാല്യൂ 6 ആണ്. ടോട്ടൽ 6 എലമെന്റ്സ് അപ്പോൾ എന്നിന്റെ വാല്യൂ 6 ആണ്. പക്ഷേ ജെയുടെ വാല്യൂ എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ 0 to 5 ആയിരിക്കണം. 6 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ ഇല്ല. അപ്പൊ ജെയുടെ വാല്യൂ എപ്പോഴാണോ 6 ആവുന്നത് അവിടെ വെച്ച് ഈ കണ്ടീഷൻ റോങ് ആവും. അപ്പം അവിടെ വെച്ച് ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ആവും. ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്ത ഉടനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻക്രിമെന്റ് ചെയ്യുന്ന ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാനാണ്. നമ്മൾ ആക്ച്വലി ഈ ഫോർ ലൂപ്പ് എന്നുള്ളത് ഈ ഒരു ഫോർ ലൂപ്പിന്റെ അകത്താണ് വരുന്നത്. ഈ ഫോർ ലൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ ഫോർ ലൂപ്പ് എന്നുള്ളത് ഐയുടെ വാല്യൂ സെറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഐയുടെ വാല്യൂ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ എപ്പോഴും 0 ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ ഐയുടെ വാല്യൂ 0 ആയിരുന്നത് നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്തത്. ഈ ഏറ്റവും ആദ്യത്തെ ഫോർ ലൂപ്പിലാണ് ഐയുടെ വാല്യൂ 0 ആയിട്ട് ചെക്ക് ചെയ്തത്. ഐയുടെ വാല്യൂ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 5 ആയിരിക്കും. ടോട്ടൽ 6 എലമെന്റ്സ് ഉണ്ട്, അതായത് 0 to 5 ഇൻഡെക്സ് പൊസിഷനിലാണുള്ളത്. ഐയുടെ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് 0 to 5 തന്നെ ആയിരിക്കും. എപ്പോഴാണോ ഐയുടെ വാല്യൂ 6 ആവുന്നത് അവിടെ വെച്ച് ഈ കണ്ടീഷൻ ഫാൾസ് ആയി ഈ മൊത്തം ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഐയുടെ വാല്യൂ എന്നുള്ളത് 0 to 5 ആവുന്നത് വരെ ഈ ഒരു ഫോർ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യം ഇവിടെ നടക്കുന്നത്, ആദ്യം ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഐയുടെ ആയിട്ടുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അപ്പം ട്രൂ തന്നെയായിരിക്കും. പിന്നെ ആയിരിക്കും ഈ ഫോർ ലൂപ്പിൽ ഈ j = i+1 എന്ന കൺസെപ്റ്റ് ഇവിടെ വരുന്നത്. ഇവിടെ ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ ജെയുടെ വാല്യൂ 1 ആയിരിക്കും. ആ 1 ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ഇഫ് സ്റ്റേറ്റ്മെന്റിൽ അറേ i > അറേ j എന്ന കൺസെപ്റ്റ് ഇവിടെ വർക്ക്ഔട്ട് ആവുന്നത്. ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അറേ ഐയുടെ വാല്യൂ 0യും അറേ ഈ ജെയുടെ വാല്യൂ 1 ആണ്. ഇവിടെ വെച്ച് സെറ്റ് ചെയ്ത i+1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത ജെയുടെ വാല്യൂ 1 ആണ്. അപ്പോഴാണ് ഈ ആദ്യത്തെ രണ്ട് എലമെന്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. ഐയുടെ വാല്യൂ 0യും ജെയുടെ വാല്യൂ 1ഉം ആയിരിക്കും. അതാണ് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 1ൽ നിന്ന് 2 ആവുന്നത്. അപ്പോഴും ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നില്ല. ഈ ഒരു ഫോർ ലൂപ്പിന്റെ അകത്ത് വെച്ച് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നില്ല. അടുത്ത സ്റ്റെപ്പിലും ഐയുടെ വാല്യൂ 0 തന്നെയാണ്, പക്ഷേ ജെയുടെ വാല്യൂ 1 എന്നുള്ളത് 2 ആയിരിക്കും. അങ്ങനെ ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് എപ്പോഴാണോ 6 ആവുന്നത് അവിടെ വെച്ച് ഈ കണ്ടീഷൻ ഫാൾസ് ആവും. പിന്നെ മുകളിലോട്ട് കയറും. പിന്നെ മുകളിലോട്ട് പഴയ തൊണ്ണൂമ്പരുടെ ഫോർ ലൂപ്പിലോട്ട് കയറാം. ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞു, ജെയുടെ വാല്യൂ ലാസ്റ്റ് എലമെന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇൻക്രിമെന്റ് ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ ഇൻക്രിമെന്റ് ചെയ്യേണ്ട ഐയുടെ വാല്യൂ ആണ് അടുത്ത റൗണ്ടിലോട്ട്. അതിനുവേണ്ടിയാണ് ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ ഫോർ ലൂപ്പ് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യും. ഇവിടെയും ജെയുടെ വാല്യൂ i+1 ആണ്. ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഐയുടെ വാല്യൂ 1 ആയി, ഇൻക്രിമെന്റ് ചെയ്ത് 1 ആയി. അപ്പം ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇവിടെ ഐയുടെ വാല്യൂ 1ഉം ജെയുടെ വാല്യൂ 2 ആയിരിക്കും. ഇതായിരിക്കും പിന്നെ നടക്കുന്ന കൺസിഡർ ചെയ്യുന്ന പെയർ. അപ്പൊ ഇങ്ങനെ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എപ്പോഴാണോ ഐയുടെ വാല്യൂ 5 വരെ എത്തുന്നത്, അതായത് റൺ ചെയ്ത് ഈ ലാസ്റ്റ് പൊസിഷൻ ഐയുടെ വാല്യൂ എപ്പോഴാണോ 5 വരെ എത്തുന്നത് അവിടെ വെച്ച് റൗണ്ട് കംപ്ലീറ്റ് ആവുകയും അതുവരെയുള്ള ഔട്ട്പുട്ട് എന്താണോ, അതുവരെയുള്ള ഓർഡർ എന്താണോ അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന രീതിയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ ഐയുടെ വാല്യൂ ലാസ്റ്റ് അവസാനം എപ്പോഴാണോ 5 കഴിഞ്ഞ് ഇൻക്രിമെന്റ് ചെയ്ത് 5 ആയി, ഇൻക്രിമെന്റ് ചെയ്ത് 6 ആവുമ്പോഴത്തേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയും ഈ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതോടെ ആ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ആയി പിന്നെ ഡിസ്പ്ലേ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റിൽ അറേയിലുള്ള ആ സമയത്തുള്ള അറേഞ്ച്മെന്റ് എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത അതേ ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ബബിൾ സോർട്ട് അൽഗോരിതത്തിൽ ഉള്ളത്.
ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നുള്ളത് തന്നെയാണ്. ഈ നമ്പേഴ്സ് ചോദിക്കുന്നത്, ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നിങ്ങൾക്ക് ആൾറെഡി അറിയാം. മുമ്പ് കണ്ട പ്രോഗ്രാംസിൽ ഉപയോഗിച്ചിരുന്ന അതേ ലോജിക്ക് തന്നെ, അതേ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ബബിൾ സോർട്ട് അൽഗോരിതം എന്ന് പറഞ്ഞ് സ്പെഷ്യലി പഠിക്കേണ്ടത് ഈ 1, 2, 3, 4, 5, 6 ഈ ലൈൻസ് ഓഫ് കോഡ്സ് മാത്രമാണ്. ഇതിൽ തന്നെ ഈ 3 ലൈൻസ് നിങ്ങൾക്ക് ആൾറെഡി അറിയാമായിരിക്കും, മുമ്പത്തെ ഒരു പ്രോഗ്രാമിൽ ചെയ്തു. മാത്രമല്ല അത് ഈസി തന്നെയാണ്, ജസ്റ്റ് സ്വാപ്പ് ചെയ്യാനുള്ള സംഭവം മാത്രമാണ്. പിന്നെ ഈ റിലേഷനും കണ്ടീഷൻ ചെക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. ഐയും ജെയും മാത്രമേ വരുന്നുള്ളൂ. അറേ ഐ ഗ്രേറ്റർ ദാൻ അറേ ജെ എന്നൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ 2 ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പിലും ആകെ ഡിഫറൻസ് വരുന്നത് ഇവിടെ i+1 എന്ന സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഈ ബബിൾ സോർട്ട് അൽഗോരിതം എന്ന സംഭവം. നിങ്ങൾ എക്സാമിന് ഫസ്റ്റ് മോഡ്യൂളിലാണെങ്കിൽ അൽഗോരിതം എഴുതാനായിട്ട് പറയും. ഈ അൽഗോരിതം എഴുതാനായിട്ട് പറഞ്ഞാലും എത്ര ലോജിക് അറിയാമെന്ന് പറഞ്ഞാലും ഒരു അൽഗോരിതം കാണാതെ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അവിടെ വെച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് അൽഗോരിതം എഴുതി ഉണ്ടാക്കാനൊന്നും ഒക്കത്തില്ല. അൽഗോരിതം കാണാതെ പഠിച്ചവർക്ക് മാത്രമേ അൽഗോരിതം എഴുതാൻ പറ്റത്തുള്ളൂ. അതിന്റെ ലോജിക് അറിയാമെന്ന് പറഞ്ഞാലും അൽഗോരിതം കാണാതെ പഠിക്കാതെ അൽഗോരിതം എഴുതി കാണിക്കാൻ ഒക്കത്തില്ല. അത് ഫസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെയാണ് ഈ തേർഡ് മോഡ്യൂളിലും. ഈ പ്രോഗ്രാമിന്റെ ലോജിക് അറിയാം എന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരു പക്ഷേ ഈ ഇത്രയും ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാനും പറ്റും. പ്രിന്റ് ചെയ്ത് കാണിക്കാനുള്ള ഈ ലൈൻസ് നിങ്ങൾക്ക് ഒരു പക്ഷേ എഴുതാനൊക്കും. ഇതിന്റെ അകത്തുള്ള ഈ ലൈൻസ് നിങ്ങൾക്ക് അവിടെ പരീക്ഷാ ഹാളിൽ വെച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റും എന്ന അവസ്ഥയായിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൈൻസ് കാണാതെ പഠിച്ചുകൊണ്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക, എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. ലോജിക് അറിയണം. അതിന്റെ കൂടെ തന്നെ ലോജിക് അറിഞ്ഞാൽ പോലും ഈ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് പരീക്ഷകളിൽ വെച്ച് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. വലിയ പാടൊന്നുമില്ല. ഈ 3-4 ലൈൻസ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ഇതും കൂടെ പഠിച്ചുകൊണ്ട് പോവുക. അപ്പൊ ഇത് നമ്മുടെ തേർഡ് മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഈ ബബിൾ സോർട്ട് അൽഗോരിതത്തിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി പ്രോഗ്രാമാണ്, പ്രോഗ്രാം എഴുതാനാണ് പറയുന്നത്. ഇത് തേർഡ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം ഇതാണ് ബബിൾ സോർട്ട് അൽഗോരിതം. അടുത്ത വീഡിയോയിൽ നമുക്ക് സെർച്ചിങ് അൽഗോരിതത്തെ പറ്റി പഠിക്കാം. അത് അടുത്ത